ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു നാച്ചുറൽ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. വൈകുന്നേരത്ത് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ടും അവരവരുടെ തിരക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ലൈറ്റ് ഫുഡ് പോലെ കഴിക്കാനുള്ള ഒരു സിമ്പിൾ ഐറ്റമാണ്. അതിന് ഏറ്റവും ആദ്യമായി ഉപയോഗിക്കുന്നതാണ് പൊരി. ഇത് ഞങ്ങളുടെ തിരുവഴിയാട് വേലയ്ക്ക് വാങ്ങിച്ചാണ്. പ്രത്യേകിച്ചിട്ട് വേലകളിൽ പോയി വാങ്ങിച്ചാൽ ആ പൊരിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തെന്തെങ്കിലും വേലാപൂരം നടക്കുമ്പോൾ അവിടെ പോയിട്ട് പൊരി വാങ്ങിക്കുക. അതിൻ്റെ ഒരു പ്രത്യേക ഇതുണ്ടാവും, ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫുഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്. ഇങ്ങനെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒഴിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഇതിൽ എന്താണ് അതിൻ്റെ ഒരു ക്രിസ്പി പെട്ടെന്ന് ഈ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ തട്ടിയാലും തണുക്കാതെ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. കൈയൊന്നും ഉപയോഗിക്കരുത്, ഇതുപോലത്തെ സ്പൂൺ തന്നെ ഉപയോഗിക്കണം. അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺ തന്നെ ഉപയോഗിക്കണം. അത് അവരവരുടെ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞതെന്ന് മാത്രം. നന്നായിട്ട് ഉപയോഗിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും എണ്ണ ക്ലിയറായിട്ട് ആകുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് ലേശം എണ്ണ ആയിക്കോട്ടെ. നമ്മൾ ലൈറ്റായിട്ട് ഈ രീതിയിൽ ഒന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് എണ്ണ ഇതാക്കുന്നു. പിന്നെ വേണ്ടത് ഇതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പിന്നെ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി നമുക്ക് ഇടാം. ഏകദേശം ഈ രീതിയിൽ ലേശം കൂടി ഇടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എണ്ണയും എരിവും ഇതൊക്കെ നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചിട്ട് മുളക് പൊടിയൊക്കെ മുളക് പൊടിച്ച് സ്വന്തമായിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നത് നല്ലത്. മുളക് കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ച പൊടിയാണിത്. അപ്പം നമുക്ക് ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും എരിവ് ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, പാൻ കാറ്റുള്ള അവിടെയൊന്നും ചെയ്യരുത്. കാരണം മുളക് പൊടിയൊക്കെ തൂടി മൂത്താകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു റെഡിഷ് കളർ വന്നിട്ടുണ്ട്. ഇത്തിരി കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ലേശം കൂടി ഇത്തിരി റെഡിഷ് കളർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നു. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ മിക്സ് ചെയ്യും. ധാരാളം നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരു എന്താ പറയുക, ഫ്ലാഷ് അപ്പോൾ നല്ല രീതിയിൽ ഇതാകും. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴേ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം അതിന് ശേഷം ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ചെറുതായിട്ട് ഉപ്പ് ചേർക്കണം. ഇതിൻ്റെ ആൾറെഡി പൊരിയിൽ ഉപ്പുണ്ടാവും. പ്രത്യേകിച്ച് പൂരപ്പറമ്പിൽ പൊരിയൊക്കെ ആകുമ്പോൾ അതിന് ചെറിയതായിട്ട് ഉപ്പുണ്ടാവും. ഉണ്ടാകുന്ന ഉപ്പിനെ ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതേപോലെ നന്നായി മിക്സ് ചെയ്യുക.
അതിനുശേഷം നമ്മൾ ഇടാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ഈ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ട് ആ സവോള നമ്മൾ ഇതിലോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ധാരാളം നന്നായിട്ട് അരിയുക. കാരണം സവോള ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവോള ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിൻ്റെ ഈർപ്പം, ഹ്യൂമിഡിറ്റി, നനവ് എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ള ഭാഗത്തൊക്കെ ഇതാകുമ്പോൾ പൊരി പെട്ടെന്ന് തണുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. വെളിച്ചെണ്ണ ചെയ്തപ്പോൾ അത് ക്രിസ്പി ആയിട്ട് കിടക്കും. അപ്പോൾ പിന്നെ ബാക്കി സവോള ഇടുന്നു. കുറച്ചുകൂടി ഞാൻ സവോള വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അതിലോട്ട് ഞാൻ ഇടുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് വരുന്നത് കേട്ടോ. നല്ല ഗംഭീരമായിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. നമുക്ക് മൂക്കിൽ പിടിക്കാൻ പറ്റുന്ന ആ വെളിച്ചെണ്ണൻ്റെയും ആ പൊടിയുടെയും അതേപോലെ തന്നെ ആ മുളക് പൊടിയുടെയും കൂടിയിട്ടുള്ളൊരു സ്മെല്ല് നല്ല ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നാരങ്ങ എടുക്കുക. നാരങ്ങ അരിഞ്ഞ ശേഷം അതിൻ്റെ കുരു പ്രത്യേകം എടുത്ത് കളയാൻ ശ്രദ്ധിക്കുക. കാരണം കുരു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് കശക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുരു മാറ്റിയിട്ട് നമ്മൾ ആ കുരു പിഴിഞ്ഞ ശേഷം നന്നായിട്ട് ധാരാളം നാരങ്ങ നീര് പിഴിയുക. നാരങ്ങ നീര് പിഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരി ചെറുതായിട്ട് ഇതാകും. പക്ഷേ ഈ വെളിച്ചെണ്ണ നമ്മൾ ആൾറെഡി ചെയ്തുകൊണ്ട് വെള്ളം അങ്ങനെ സിങ്ക് ചെയ്യാൻ സാധ്യതയില്ല. നാരങ്ങ കഴിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, സിട്രിക് ആസിഡാണ്. നമുക്ക് ധാരാളം കാൽസ്യത്തിൻ്റെയും പിന്നെ പല രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും. നാരങ്ങ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ മണം എങ്ങനെ ഗുപ്പ് അടിക്കുന്നു. അപ്പോൾ നന്നായിട്ട് രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും നാരങ്ങ നീരെത്തുന്ന പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം കൂടി, കാരണം സവോള ഇട്ടപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ഇതുണ്ടാകും. അപ്പോൾ അതിന് ലേശം കൂടി ഒരു മുളക് കൂടി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു പുതിയൊരു ഐറ്റം. ഇത് വേണമെങ്കിൽ ഞാൻ അലങ്കാരത്തിന് നാരങ്ങ വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാരങ്ങ പിഴിഞ്ഞതാണ്. ഇതിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടി നമുക്ക് തക്കാളി ഇടാം, ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിടാം, ബീറ്റ്റൂട്ട് ഇടാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലേശം മല്ലിത്തഴ ചെറിയ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾക്കിതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല വായിൽ വെള്ളം വരാൻ തുടങ്ങി എൻ്റെ ഒരു മണം കൊണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ ഉദ്ദേശിക്കണം. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പൂരം അടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊരി വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കുക. ആ പൊരി വെച്ചിട്ട് തന്നെ ഗംഭീരമായിട്ട് എളുപ്പം ഒരു ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ജസ്റ്റ് നമുക്ക് ചായൻ്റെ കൂടെ വേണം ജസ്റ്റ് ഒരു ടൈം പാസ് കഴിക്കുന്ന രീതിയിലുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് ഏറ്റവും കൂടുതലൊക്കെ ആന്ധ്രാപ്രദേശിലൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ഗംഭീരമായിട്ടൊരു പൊരിയുടെ ഐറ്റമാണ്. അപ്പോൾ താങ്ക്സ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് മുളക് പൊടി കൂടുതൽ കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ മുളക് പൊടി കൂടുതലിട്ട് കഴിഞ്ഞാൽ പക്ഷേ വയറ്റിന് വയറിളകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ കുറച്ച് വെളിച്ചെണ്ണ അതിനനുസരിച്ച് കൊടുക്കുമ്പോൾ ദോഷം ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.